കോൺഗ്രസിനെ തുടച്ചു നീക്കിയ കുടുംബത്തിലെ കണ്ണിയെ കൊണ്ട് തന്നെ സ്ഥാനം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കർണാടകയും തെലങ്കാനയും നൽകിയ ആത്മവിശ്വാസത്തിൽ ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കുകയാണ് കോൺഗ്രസ്. അടുത്ത ലക്ഷ്യമായി അവർ കണ്ടത് ആന്ധ്രാപ്രദേശിനെയാണ്. അതിനായി അവർ മുന്നോട്ട് വെച്ചിരുന്ന ആയുധമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരിക്കൽ തങ്ങളുടെ പരിധിയിൽ നിന്നും പടിയിറങ്ങിപ്പോയ ഒടുക്കം തിരികെ എത്തിയ ഒരു വനിതാ നേതാവിനെയും. YS ശർമിളയുടെ ഈ മടങ്ങിവരവ് സ്വന്തം സഹോദരന്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടാണ്. ആ സഹോദരനാണ് ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി. കേൾക്കുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ആന്ധ്ര രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്ന ഈ സംഭവ വികാസങ്ങൾ. അത്രയേറെ ട്വിസ്റ്റുകളോടെ ത്രില്ലിംഗ് ആയി നിറഞ്ഞു നിൽക്കുകയാണ് ആന്ധ്ര രാഷ്ട്രീയം. ആന്ധ്ര വിഭജനത്തോടെയാണ് തെലുങ്ക് മണ്ണിൽ കോൺഗ്രസിന്റെ അടിത്തറയിളകുന്നത്. അങ്ങനെ പറയുന്നതിലും YSR കുടുംബം ഇളക്കി എന്ന് പറയുന്നത് തന്നെയാകും ഏറെക്കുറെ ഭേദം. അതെ, YSR കുടുംബത്തിലെ അംഗത്തെ തന്നെ രംഗത്തിറക്കി കൈവിട്ട മണ്ണ് തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമവും. YSR യദുഗുരി സന്തതി രാജശേഖര റെഡ്ഡി, തെലുങ്ക് രാഷ്ട്രീയത്തിലെ അതികായൻ, സമാനതകളില്ലാത്ത നേതാവ്. ആന്ധ്രയിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന YS രാജശേഖര റെഡ്ഡി എന്ന YSR സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം സംഭവബഹുലമായ മരണവും. 2009 ഹെലികോപ്റ്റർ തകർന്നുള്ള അദ്ദേഹത്തിന്റെ മരണത്തിൽ മനംനൊന്ത് അന്ന് ആന്ധ്രാപ്രദേശിൽ ആത്മഹത്യ ചെയ്തതും അല്ലാതെയുമായി മരിച്ചത് 122 പേരാണ്. അന്ന് YSRന്റെ രാഷ്ട്രീയ പിന്തുടർച്ച മകൻ YS ജഗൻമോഹൻ റെഡ്ഡിയിലൂടെ ആയിരിക്കുമെന്ന് ആന്ധ്ര ജനത ഏകദേശം ഉറപ്പിച്ചിരുന്നു. അവിടെ കോൺഗ്രസിന്റെ പുതിയ നേതാവായി ജഗൻ ഉദിച്ചുയരുന്നതും വളർന്ന് പന്തലിക്കുന്നതും കാത്ത് ആന്ധ്ര ജനത ഒന്നാകെ കാത്തിരുന്നു. പക്ഷെ തന്റെ അച്ഛന്റെ മരണത്തിൽ മനംനൊന്ത ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ സാന്ത്വന യാത്രയിൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഈ യാത്രക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കം രംഗത്ത് വന്നു. ആ യാത്രയിൽ ജഗൻ നടത്തിയ ചില പരാമർശങ്ങളും വിവാദമായി. കൂടാതെ കോൺഗ്രസിന്റെ 125ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തെലുങ്ക് ടെലിവിഷൻ ചാനലായ സാക്ഷി TV അവതരിപ്പിച്ചൊരു പരിപാടിയിൽ സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും അപമാനിച്ചെന്ന പരാതികളും അന്ന് ഉയർന്നിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഈ ചാനൽ വാർത്തയും വലിയ വിവാദമായി. അങ്ങനെ ഹൈക്കമാൻഡും ജഗനെതിരായി. കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ റെഡ്ഡിയുടെ അമ്മ YS വിജയലക്ഷ്മിയും സഹോദരി YS ശർമിളയും ദില്ലിയിലെത്തി. ചർച്ചകൾക്ക് ഫലം കാണാഞ്ഞപ്പോൾ ആ അമ്മയും മക്കളും കോൺഗ്രസ് പാർട്ടി വിട്ട് പുതിയൊരു പാർട്ടി തന്നെ രൂപീകരിച്ചു, YSR കോൺഗ്രസ്. പക്ഷേ പാർട്ടി രൂപീകരിച്ച പിറ്റേ വർഷം അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ജഗൻമോഹൻ റെഡ്ഡി അറസ്റ്റിലായി. പാർട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ആ അമ്മയുടെയും മകളുടെയും ചുമലിലായി. ജഗൻ അറസ്റ്റിലായ 2012 വിഭജിക്കാത്ത ആന്ധ്രയിലൂടെ ശർമിള 3112 കിലോമീറ്റർ പദയാത്ര നടത്തി. ഇതിന്റെ വിജയം കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്കും തുടക്കമിട്ടു. തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളും നേടി. അന്ന് ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് പാർട്ടി എതിരായിരുന്നു. വിഭജനത്തോടെ കോൺഗ്രസിനെ ജനം ശത്രുപക്ഷത്ത് നിർത്തി. 2019 തിരഞ്ഞെടുപ്പിൽ 175ൽ 151 സീറ്റുകൾ നേടി YSR കോൺഗ്രസ് അധികാരത്തിലേറി. ജഗൻമോഹൻ റെഡ്ഡി പിന്നീട് മുഖ്യമന്ത്രിയുമായി. 2021 ശർമിള വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ഇതിനെ എതിർത്ത ജഗൻമോഹൻ റെഡ്ഡിക്കും പാർട്ടിക്കാർക്കുമെതിരായി ശർമിള മാറി. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിൽ ആ സഹോദരങ്ങൾ പൂർണ്ണമായും അകന്നു. അമ്മയും മകളും തങ്ങളുടെ പാർട്ടി വിട്ട് YSR തെലങ്കാന പാർട്ടി തന്നെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിനും BRSനുമെതിരെ ശക്തമായി വിമർശിച്ചുകൊണ്ടായിരുന്നു തെലങ്കാന രാഷ്ട്രീയത്തിലേക്കുള്ള ശർമിളയുടെ കടന്നുവരവ്. ചന്ദ്രശേഖര റാവുവിനെതിരെ രംഗത്ത് വന്ന് പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒടുവിൽ കോൺഗ്രസും ശർമിളയ്ക്ക് പച്ചക്കൊടി കാണിച്ചു. ഒടുവിൽ 14 വർഷം മുൻപ് ഇറങ്ങിപ്പോന്ന പാർട്ടിയിലേക്ക് ശർമിള തിരികെ എത്തി. കോൺഗ്രസിനെ ആന്ധ്രയിൽ നിന്നും പുറത്താക്കിയ അതേ YSR കുടുംബത്തിലെ കണ്ണിയെ കൊണ്ട് തന്നെ വീണ്ടും തിരിച്ചെത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ മധുര പ്രതികാരമെന്ന് തന്നെ വേണം ഇതിനെ പറയാൻ.